നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിഭീകരമായ അവസ്ഥയാണ് സൃഷ്ടിച്ചത്. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും അവരുടെ മതം പറഞ്ഞു വേർതിരിച്ചു കാണിച്ചു ഇക്കൂട്ടർ. ചില വസ്തുതകൾ എടുത്തു പറയാനുണ്ട്. ഗുരുവായൂരിലെത്തിയ മോഹൻലാലിനെ സുരക്ഷാ പരിശോധനകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചുവെന്നാണ് വിവാദമുണ്ടാക്കാൻ കമ്മി സംഘി ഗ്രൂപ്പുകൾ പടച്ചുവിട്ടത്. അതെന്താ, അദ്ദേഹത്തിന്റെ പേരാണോ നിങ്ങളെ പൊള്ളിച്ചതെന്ന കുത്തിത്തിരിപ്പുണ്ടാക്കി കമ്മി ഗ്രൂപ്പുകൾ. സ്വർഗം, ഹൂറി, ബോംബ് എന്നും പറഞ്ഞ് സംഘി ഗ്രൂപ്പുകളും പടച്ചിറക്കി. എന്നാൽ വസ്തുത എന്തായിരുന്നു എന്ന് വെച്ചാൽ, മോഹൻലാലിന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഉൾപ്പെടെ കർശന പരിശോധനയാണ് ഗുരുവായൂരിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, പരിശോധനയ്ക്ക് ചെന്നപ്പോൾ മമ്മൂട്ടി തന്നെയാണ് കൈ പൊക്കിയിട്ട് തന്നെ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞതും. എന്നാൽ വീഡിയോ കട്ട് ചെയ്ത് അതിട്ട് കത്തിക്കുകയായിരുന്നു ഇക്കൂട്ടർ. അവിടെയും തീർന്നില്ലല്ലോ, പിന്നീട് അങ്ങോട്ട് വർഗീയതയുടെ ഒരു പൂണ്ട് വിളയാട്ടമായിരുന്നു. പ്രധാനമന്ത്രി നടന്നു വന്നപ്പോൾ മോഹൻലാലും സുരേഷ് ഗോപിയും കൈകൂപ്പി നിന്നു, മമ്മൂട്ടി കൈ കെട്ടി നിന്നു. അതിന് കുറച്ചൊന്നും ആയിരുന്നില്ല വിവാദം. ഇത് തനി മേത്തന്റെ കൊണമെന്നാണ് സംഘി ഗ്രൂപ്പുകൾ പടച്ചിറക്കിയത്. ഈ വാക്ക് പറയാൻ പോലും പാടില്ല, എങ്കിലും ഞാനത് പറഞ്ഞത് ഇവരുടെയൊക്കെ ഉള്ളിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. മമ്മൂട്ടി കൈകെട്ടി നിന്ന ചിത്രം കട്ട് ചെയ്തെടുത്ത് ഇക്ക ഡാ തീ എന്നൊക്കെ പറഞ്ഞാണ് കുറെ കമ്മി ഗ്രൂപ്പുകൾ പോസ്റ്റ് ഇട്ട് മെഴുകിയത്. എന്നാൽ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മമ്മൂട്ടിയും മോദിയെ കണ്ട് കൈകൂപ്പുന്നുണ്ട്. അതുമാത്രമല്ല, മോദിയോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും മോദി മമ്മൂട്ടിയുടെ കൈകളിൽ പിടിച്ച് കുശലം ചോദിക്കുന്നു ഒക്കെയുണ്ട്. ഇതോടെ അടുത്ത വിവാദം, ദേ നോക്കടാ ഇക്കയും മോദിക്ക് മുന്നിൽ കൈകൂപ്പിയെന്ന്. എന്നാൽ ഇക്ക മര്യാദ കാണിച്ചതാണെന്നായിരുന്നു കമ്മി ഗ്രൂപ്പുകൾ ഇതിന് മറുപടി കൊടുത്തത്. ഇതൊന്നുമല്ല ഇട്ട് കത്തിച്ച വിഷയം. മോദി മമ്മൂട്ടിക്ക് അക്ഷതം കൊടുത്തു, മമ്മൂട്ടി അത് സ്വീകരിച്ചു. തട്ടമിട്ട സുൽഫത്ത് അടുത്തു നിൽക്കുന്നു. അക്ഷതം കൊടുത്ത് മമ്മൂട്ടിയെ ഞങ്ങൾ ഇങ്ങെടുത്തു എന്നാണ് സംഘി ഗ്രൂപ്പുകൾ പറഞ്ഞത്. നിന്റെയൊക്കെ മോദി നാണം കെടാതിരിക്കാൻ വേണ്ടിയാണ് അത് വാങ്ങിയതെന്ന് കമ്മി ഗ്രൂപ്പുകളും. എന്തോന്നട ഇത്? തൊട്ടതിനും പിടിച്ചതിനും എല്ലാം വിവാദമായിരുന്നു കത്തിച്ചു വിട്ടത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഞാൻ സംഘിയല്ല, അതുകൊണ്ട് ഞാൻ മോദിയോട് മിണ്ടില്ല എന്നും പറഞ്ഞ് മുഖം തിരിച്ചു നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതല്ലല്ലോ നമ്മുടെ മര്യാദ. മമ്മൂട്ടി അദ്ദേഹത്തിന്റെ മാന്യതയാണ് അവിടെ കാണിച്ചത്. മോദിയും രാഷ്ട്രീയം മറന്നാണ് അവിടെ എല്ലാവരോടും പെരുമാറിയത്. പക്ഷേ ഇതെല്ലാം വിവാദമാക്കി ഉയർത്തിവിടാനാണ് ചിലർ ശ്രമിച്ചത്. അതൊരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. കാരണം ഈ വീഡിയോകളുടെ ഒക്കെ താഴെ വലിയ രീതിയിലുള്ള കമന്റുകളാണ് നിറഞ്ഞത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും അസഭ്യം പറച്ചിലും ഒക്കെ ആയിരുന്നു ഇതിന് താഴെ വന്നത്. രാമക്ഷേത്രവുമായുള്ള വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് അക്ഷതം കൊണ്ടു കൊടുത്തതും ഇത് പലരും വാങ്ങിയതിന്റെയും ഒക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നത്. ഇത്തരത്തിൽ അക്ഷതം വാങ്ങുന്നവരെല്ലാം സംഘികളാണ്, അല്ലെങ്കിൽ BJP-ക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം? ഈ തിടുക്കം കാണിക്കുന്നത് ഈ ഗ്രൂപ്പുകൾ തന്നെയാണ്. അതായത് സംഘികളും കൊങ്ങികളും കമ്മികളും ഒക്കെ തന്നെയാണ്. അക്ഷതം വാങ്ങുന്നവരെല്ലാം BJP ഞങ്ങളുടെ ആളാണെന്ന് സംഘി ഗ്രൂപ്പുകളും, അക്ഷതം വാങ്ങുന്നവർ ഇനി ഇവരുമായിട്ട് വലിയ അടുപ്പമൊന്നും നമുക്ക് വേണ്ട, ഇവർ സംഘികളാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി കമ്മികളും. ഈ കേരളത്തിന്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ശരിയാണ്, ഒരു കാര്യം അത് എടുത്തു പറഞ്ഞേ മതിയാകൂ. അത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ പ്രധാനപ്പെട്ടത്, പണി പൂർത്തിയാകുന്നതിന് മുൻപാണ് രാമക്ഷേത്രം പ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. അത് അങ്ങേയറ്റം രാഷ്ട്രീയം കളി തന്നെയാണ്. അതായത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ BJP തനി രാഷ്ട്രീയം പുറത്തെടുത്തതാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല.